കുണ്ടറയിൽ സിനിമയുടെ ജനകീയ മുഖം തെളിയുന്നു. സി ബാൾഡ്വിൻ നാളെ ഹ്രസ്വചിത്രം റിലീസ് ചെയ്തു. ഒരു മാസം ഒരു സിനിമ എന്ന ലക്ഷ്യത്തോടെ ലൈല ക്രിയേഷൻസ് 4ാമത്തെ സിനിമയിലെത്തുമ്പോൾ കുണ്ടറ നിവാസികളൊന്നാകെ പങ്കാളികളാകുമ്പോൾ സിനിമയ്ക്കൊരു ജനകീയ മുഖം തെളിഞ്ഞു വരികയാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡ്വിൻ. LT ധർമ്മ കഥയും തിരക്കഥയും എഡിറ്റിംഗും സംഗീതവും സംവിധാനവും നിർവഹിച്ച നാളെ എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇളമ്പുള്ളൂർ SNSM HSS പ്രിൻസിപ്പൽ B അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. PC വിഷ്ണുനാഥ് MLA സന്ദേശം പ്രദർശിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് N തുളസിദാസൻപിള്ള, കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, PM എ റഹ്മാൻ, നാരായണപിള്ള, സുശീല വേണുഗോപാൽ, അജേഷ് മാധവൻ, മണികണ്ഠൻ പിള്ള, തുളസീധരൻ പിള്ള, R തുളസി, LT ധർമ്മ എന്നിവർ സംസാരിച്ചു. സ്വാഗതം പറയുന്നതിനോട് നന്ദി പറയണം. കാരണം ഇത് കഴിയുമ്പോഴത്തേക്ക് കുട്ടികളെല്ലാവരും ഇറങ്ങിപ്പോകും. ഈ ഓർഡർ തരുന്ന വ്യവസായത്തിന് ഈ ബാങ്കിനൊക്കെ ആദ്യമായി നമുക്ക് നന്ദി പറയണം. പിന്നെ നിങ്ങൾ വരുന്ന ഓരോരുത്തർക്കും അത് സാധാരണ ഇതിൽ നമ്മൾ നന്ദി പറയാറാകുമ്പോഴത്തേക്ക് ഒരു 3-4 പേര് മറ്റേ സെറ്റും ഈ പറയുന്ന ആളുകൾ കാണാൻ തുടങ്ങും. അതുകൊണ്ട് ഇവർക്ക് ഒരു പ്രാവശ്യം ഈ 3 പ്രാവശ്യം നമുക്ക് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് അഡ്വാൻസായിട്ട് മുഴുവൻ ആദ്യം നിങ്ങൾ പറഞ്ഞ ഓരോരുത്തർക്കും പിന്നെ പ്രത്യേകിച്ച് വ്യവസായത്തിന് ഈ ബാങ്കിന്റെ അധികാരികൾക്ക് എപ്പോഴും വിളിക്കുന്ന വളരെ സ്നേഹത്തോടെ വരുന്ന വിശിഷ്ട അതിഥികൾ എന്ന് പറയുന്നത് പള്ളയായാലും MLA ആയാലും പിന്നെ തുളസാറായാലും തുളസികളായാലും എല്ലാം തുളസിമാരാണ്. കംപ്ലീറ്റ് തുളസിമാരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. ഞാനായിട്ട് ഇതിനോട് നിർത്താൻ പോവാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു സ്വാഗതം പറയുക അല്ല എൻ്റെ ലക്ഷ്യം. ഇതൊരു വലിയ ലക്ഷ്യമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പരിമിതി, അതിനൊരു വലിയ പരിമിതിയുണ്ട്. സിനിമ എന്ന് പറയുന്ന ഒരു ആഗോള തരത്തിലുള്ള വലിയ കലാരൂപമാണ്. മറ്റ് കലാരൂപങ്ങളിൽ നിന്നൊരു വ്യത്യാസം. ഇത് ഏത് മനുഷ്യനും ആസ്വദിക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും കയറി എങ്ങനെ അഭിപ്രായം പറയാവുന്നതാണ്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം എന്നും ഒരു ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തവരും പക്ഷെ നമ്മളെ വളരെ വലുതായിട്ട് വിമർശിക്കും, ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യും. പക്ഷേ കൂടിയാട്ടത്തെ കുറിച്ചാണെങ്കിലും കഥകളെ കുറിച്ചാണെങ്കിലും പാട്ടിനെ കുറിച്ചാണെങ്കിലും അങ്ങനെ പറയാൻ പറ്റും. സിനിമയെക്കുറിച്ച് അങ്ങനല്ല, ആർക്കും എങ്ങനെയും പറയും. പിന്നെ ഇത് ഈ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ 2 ദിവസം കൊണ്ട് ആലോചിച്ച കാര്യങ്ങളല്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ ഇതിനുള്ള വലിയ തയ്യാറെടുപ്പ്. ഇപ്പം തന്നെ 26 കഥകൾ ഞങ്ങൾ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. 13 തിരക്കഥകൾ തീർന്നു വെച്ചിട്ടുണ്ട്. 4ാമത്തെ സിനിമ ഇവിടെ അനാവരണം ചെയ്യുകയാണ്. നേരത്തെ എടുത്ത സിനിമകളെ കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നു. സിനിമ എന്ന് പറയുന്നത് ചലച്ചിത്രം, ചലിക്കുന്ന ചിത്രം, ചലിപ്പിക്കുന്ന ചിത്രം എല്ലാം.
വളരെ ചെലവേറിയ ഒന്നാണ്. പക്ഷെ ചെലവ് കുറച്ച് ഈ രൂപത്തിലേക്ക് എടുക്കാൻ കഴിയുന്നത് അസോസിയേറ്റ് എഡിറ്റർ സംവിധായകൻ മുമ്പിലായിരിക്കാം. എന്തായാലും ഇത് ജനങ്ങളുടെ കലയാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിനേക്കാൾ നേരത്തെ സിനിമ കാണുമ്പോൾ നാലാമത് സാർ പറഞ്ഞു സിനിമ തീർന്നെങ്കിലും ഇത് അവസാനിച്ചിട്ട് ഇനി ഉപദേശങ്ങളും പ്രസംഗങ്ങളുമാണ്. ഞാൻ കൂടുതൽ സമയം കൊടുക്കുന്നത് ഞാൻ ബഹുമാനിക്കുന്ന ഒരാളുകൂടിയാണ് ഇവിടെ നാലാമത് സാർ. ഞാൻ പറഞ്ഞത് മുന്നറിയിപ്പാണ്, തീർച്ചയായും ഞാൻ കൂടുതൽ സമയം എടുക്കില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ അധീഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ അയൽക്കാരും പരിസരവാസികളും ഒക്കെ ആയിട്ടുള്ളവരാണ് അഭിനേതാക്കളായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അഭിനയം ഒരു കലയാണ്, സിദ്ധിയാണ് എന്നെല്ലാം പറയുമ്പോൾ എല്ലാവരെ കൊണ്ടും കഴിയുമെന്ന് അല്ലെങ്കിൽ എല്ലാവരെ കൊണ്ടും നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. തീർച്ചയായും അത് അഭിനന്ദനാണ്. അതിനേക്കാൾ എന്നെ ആകർഷിച്ചത് ഈ സിനിമയുടെ ടൈറ്റില് നാളെ ടുമാറോ എന്നാണ്. നാളെ എന്നതിനേക്കാൾ ഇന്നിനെയാണ് വരച്ചു കാട്ടുന്നതെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അച്ഛനും അമ്മയും വാർദ്ധക്യത്തിൽ അവർ ബാധ്യതയായി മാറുന്നു. അവരെ വൃദ്ധസദനങ്ങൾ കൊണ്ടുപോകുന്നത് നിത്യ കാഴ്ചയായി മാറുകയാണ്. പൊതുപ്രവർത്തകരെന്ന പേരിൽ ഞങ്ങളുടെ അടുത്ത് വരുന്ന പല കേസുകളും അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ അച്ഛനും അമ്മയും അവരുടെ നല്ല കാലത്ത് അല്ലെങ്കിൽ അവരെ ജോലി ചെയ്യുന്നത് ചെറുപ്പകാലത്ത് മക്കളെ വളർത്തിയെടുക്കാൻ വിടുന്ന പാട് അതും ഇതിനകത്ത് ചെറുതായിട്ടെല്ലാം കാണിക്കുന്നു. ആ പ്രയാസത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് മണ്ണ് പോലും പറ്റാതെ വളർത്തിക്കൊണ്ടുവരുന്ന മക്കള് അവസാനത്ത് ഈ അച്ഛനും അമ്മ എല്ലാവരും ബാധ്യതയായി മാറി വൃദ്ധസദനത്തിലേക്ക് എത്തിക്കുന്നു. സാമൂഹ്യ ബോധത്തിന്റെ കൂടി പ്രശ്നമാണ്. ഇപ്പം നേരത്തെ പരിചയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പോൾ പലപ്പോഴും ചർച്ചാ വിഷയമാകുന്നത് വാർദ്ധക്യത്തിലുള്ളവരെ എങ്ങനെ പരിചരിക്കാം എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ പല സദനങ്ങളും ഉയർത്തപ്പെട്ടിട്ടുണ്ട്. വയോജന കേന്ദ്രം, വിശ്രമ കേന്ദ്രം എന്നെല്ലാം പറഞ്ഞു. അതെല്ലാം പ്രയോജനപ്പെടുന്നില്ല എന്നത് വേറൊരു വസ്തു. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇങ്ങനെ കൂടുതൽ സ്ഥാപനങ്ങൾ ഉയർന്നു വരാൻ കാരണം വാർദ്ധക്യത്തിലെ അനാഥത്വമാണ്. അവര് അനാഥത്തിലേക്ക് തള്ളിവിടാൻ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ സ്കൂളോ കോളേജോ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, വീടുകളിൽ നിന്നും വരുന്ന പഠനം, അവരെ വളർത്തിക്കൊണ്ടുവരുന്ന രീതി. അപ്പം ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അച്ഛനെയും അമ്മയുമാണ് വളർത്തിക്കൊണ്ടുവരുന്നതെങ്കിലും അവനെ സാമൂഹ്യ ബോധത്തോടുകൂടി അവനെ എന്ന് പറയുമ്പോൾ പിന്നെ സ്ത്രീകളോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് ആദരവില്ലാത്തതല്ല, അവനെ അവളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ സമൂഹം അതിനകത്ത് ഇടപെടാൻ കഴിയണം. ഇല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ദുരനുഭവങ്ങളാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരം ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കുന്ന ചിത്രമാണ്. മനസ്സിനെ ചലിപ്പിക്കുക മാത്രമല്ല സമൂഹത്തെ ചലിപ്പിക്കുന്നത് കൂടിയാണ്. ലോകചരിത്രം പരിശോധിക്കുമ്പോൾ സാമൂഹ്യ മാറ്റത്തിന് തന്നെ സിനിമ വഹിച്ച പങ്ക് വളരെ വലുതാണ്. തീർച്ചയായും ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട്, സാമൂഹ്യ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത്തരം ചിത്രങ്ങളെ പ്രവർത്തിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ, നല്ല നിലയിൽ മുന്നോട്ട് നയിക്കാൻ അതിന് ദിശാബോധം പകരുന്നതായിരിക്കും. അതിന് കുറെ കൂടി ശക്തി ഉണ്ടാകട്ടെ. നല്ല നല്ല സിനിമ ഇനി ഞാൻ കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞ ചക്കിയുടെ സിനിമ ചക്കി വിശ്വോത്തരമായി മാറട്ടെ. ആ ചക്കിയുടെ സൃഷ്ടികൾ, കലാപരമായ സൃഷ്ടികൾ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഏറെ ഉതകട്ടെ. കുറച്ചുകൂടി സമയമെടുത്ത് സിനിമകൾ നിർമ്മിക്കാൻ വേണ്ടി കഴിയട്ടെ. എല്ലാം എനിക്ക് പറയുന്നത് പൈസകളെ എങ്കിലും പിന്നെ ഇത്തരം സാമൂഹിക വിമർശനങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതിൽ അങ്ങേയറ്റം പ്രശംസിച്ചുകൊണ്ട് ഈ സംരംഭം കുറെ കൂടി വളരെ നേരത്തെ വന്ന് മാസത്തിൽ സിനിമയിലെല്ലാം പറഞ്ഞിരിക്കുന്നല്ലേ, അത് ചിലപ്പോൾ തന്നെ കുറച്ച് സ്ക്രിപ്റ്റ് എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഭീഷണിയുണ്ട്. സ്ക്രിപ്റ്റും കഥയും എല്ലാം കയ്യിലുണ്ട്, നിർമ്മിക്കാൻ പൈസ ഇല്ലെന്നാണ് അത് പറയുന്നില്ല. അപ്പൊ എന്തായാലും
എല്ലാവിധ ആശംസകളും എൻ്റെ വർത്തമാനം കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രശ്നത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കുണ്ടറയിലൊരു പുതിയ സിനിമാ സംസ്കാരം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. എല്ലാ മാസവും ഒരു സിനിമ, ഷോർട്ട് ഫിലിം, അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ദൗത്യമാണ്, വലിയ സാഹസിക ദൗത്യം എന്ന് വേണമെങ്കിൽ പറയാം. ആ അർത്ഥത്തിൽ ലൈല ക്രിയേഷൻസ് 4ാമത്തെ സിനിമയാണ് ഈ 4ാമത്തെ മാസം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത്. ആദ്യത്തെ സിനിമ ആര് വളരെ സാമൂഹ്യ പ്രസക്തമായ കുട്ടികളെ, അവരുടെ ഭാവി തലമുറയെ ഒക്കെ ബാധിക്കുന്ന വളരെ ഗൗരവമായ ഒരു പ്രമേയത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയായിരുന്നു. 2ാമത്തെ മുഖവും സാമൂഹിക വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്തത്. 3ാമത്തെ സിനിമ കനൽ ചിരി, കുടുംബജീവിതത്തിൽ നമ്മളെല്ലാം മറന്നു പോകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ അനുഭവങ്ങൾ എത്രമേൽ വലുതാണ് എന്ന് വളരെ ദാർശനികമായൊരു ഉൾക്കാഴ്ചയോടുകൂടി കൊണ്ടുവന്ന ഒരു സിനിമയായിരുന്നു. അപ്പം 4ാമത്തെ സിനിമ നാളെ പ്രദർശനത്തിന് ആയി വരുന്നത് നാളെ എന്ന പേരിൽ തന്നെയാണ്. ഈ 3 സിനിമയുടെയും ആദ്യ പ്രദർശനത്തിൽ പങ്കെടുക്കാൻ പ്രേക്ഷകരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. നാളെയും ഈ നാളെ എന്ന സിനിമയുടെ ഭാഗമാകണം എന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ കാസർഗോഡ് വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകണമെന്നുള്ളത് കൊണ്ട് സിനിമ നാളെ കാണാൻ കഴിയില്ല. യൂട്യൂബിൽ നാളെ തന്നെ അപ്ലോഡ് ചെയ്യപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ യൂട്യൂബിൽ കാണാൻ ശ്രമിക്കും. ലൈല ക്രിയേഷൻസിന്, പ്രത്യേകിച്ച് LT ധർമ്മയാണ് ഈ സിനിമകളുടെ എല്ലാം കഥയും തിരക്കഥയും സംവിധാനവും എല്ലാം നിർവഹിച്ചിട്ടുള്ളത്. ധർമ്മയെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഒപ്പം ലൈല ക്രിയേഷൻസിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി നിൽക്കുന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ പ്രിയങ്കരനായ ശ്രീ തുളസിയണ്ണൻ, അദ്ദേഹത്തിനും ഇതിലെ നാളത്തെ അഭിനേതാക്കളെ ഇനി നാളെ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മളോടൊപ്പം ഇപ്പോഴുമുള്ള പ്രിയപ്പെട്ടവരൊക്കെ തന്നെ സിനിമാ നടന്മാരാകുന്നു, സിനിമാ നടിമാരാകുന്നു. ഈ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ കുണ്ടറയ്ക്ക് ഒരുപാട് സിനിമാ നടന്മാരെയും നടിമാരെയും കിട്ടി. ഇനി പുതിയ സിനിമയിൽ അഭിനയിക്കുന്നത് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, കണ്ടിട്ട് വേണം അവരെ അഭിനന്ദിക്കാൻ. എന്തായാലും ഈ ദൗത്യത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നല്ല കലാവിരുത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ തിരക്കഥയും ചിത്ര സംയോജനവും സംവിധാനവും എല്ലാം നമ്മൾ ബാലചന്ദ്രനെ പറയുന്ന ഒരു കാര്യമായിരുന്നു. ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും വെളിവാക്കണം എന്ന് പറഞ്ഞ പോലെ ധർമ്മ തന്റെ കഴിവിന്റെ എല്ലാ മേഖലകളിലൂടെയും കടന്നു പോവുകയാണ്. ആദ്യത്തെ ചിത്രമായ ആര് നമുക്കറിയാം, കുട്ടികളിലെ എങ്ങനെ സമൂഹത്തിൽ മോശമായി വളർന്നു വരുന്നതിന് വീട്ടു സാഹചര്യങ്ങൾ കാരണമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2ാമത്തെ ചിത്രം അങ്ങനെ ഉള്ള ആ സ്ഥാനം, അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ സ്ഥാനം ഇന്നിപ്പോ മൊബൈൽ വീടടക്കി അവർ വീട്ടിൽ ഒരു അധികപ്പറ്റായി അവസാനം ഇവര് അനാഥാലയത്തിലെത്തുന്ന ഒരു സന്ദേശം ഈ ചിത്രത്തിലൂടെ എനിക്ക് മനസ്സിലായത്. ഇന്ന് നമ്മൾ കാണുന്നത് ഈ വലിയ വലിയ പ്രസംഗങ്ങൾ നടക്കുന്ന സ്റ്റേജിൽ ഒരാൾ പ്രസംഗിക്കുമ്പോൾ ബാക്കി അതിഥികളായിരിക്കുന്ന വലിയ വിശിഷ്ട വ്യക്തികൾ പോലും അപ്പോൾ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് കുത്തി അതിൽ കുനിഞ്ഞിരിക്കുന്ന ഒരു ചിത്രമാണ് മിക്കവാറും കാണാറുള്ളത്. അപ്പൊ മറ്റു പലതിൽ നിന്നും രക്ഷപ്പെടാൻ, അരോചകമായതായാലും താല്പര്യമില്ലാത്തതായാലും അതിൽ നിന്നൊക്കെ നമ്മളെ എപ്പോഴും രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് മൊബൈൽ എടുക്കുക, അതിൽ കുനിഞ്ഞിരിക്കുക. അപ്പൊ ബാക്കി എന്ത് നടന്നാലും അറിയില്ല. ആ രീതിയിൽ മൊബൈൽ നമ്മുടെ ഒരു സ്വന്തം സഹചാരിയായി മാറി. എന്തായാലും ഇതിന് നൽകാൻ കഴിയുന്ന ഒരു വലിയ സന്ദേശം ഇതാണ്. ഇതിലെ അഭിനേതാക്കളൊക്കെ തന്നെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചില ദേവി മണികണ്ഠൻപിള്ളയുടെ ശോക വളരെ മനോഹരമായിട്ടാണ്. നല്ല അഭിനേതാവാണ് അദ്ദേഹം. ഞങ്ങളുടെ ബാങ്കിന്റെ സെക്രട്ടറിയായിട്ട് കുറെ നാൾ പ്രത്യേക ചെയ്ത് കഴിയുമ്പോൾ അടുത്തൊരു അവസരം എന്തായാലും മണികണ്ഠൻപിള്ളയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ല അഭിനയമാണ്. ബാക്കി കഥാപാത്രങ്ങളെല്ലാം തന്നെ കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന കുട്ടി, അതുപോലെ രക്ഷിതാവ്, എല്ലാവരും നല്ല അഭിനയം കാഴ്ചവെച്ചു.
എന്നോടുള്ള സ്നേഹം കൂടുതലുണ്ടായിരിക്കും അറിയാൻ പിടിച്ചത്. ഞാൻ ഈ സിനിമയെ കുറിച്ച് വലുതായിട്ടൊന്നും ശ്രദ്ധിച്ചു പഠിച്ചു ഒത്തിരി പറയാനുണ്ട്. എന്നെ ഒന്നും നടക്കുന്നില്ല. നേരത്തെ തുളസി സാർ പറഞ്ഞ സാക്ഷ്യം മാത്രം ഞാൻ മറുപടി പറയുകയാണ്. ഞാൻ കണ്ട സിനിമയിൽ എനിക്ക് മനസ്സിലായത് ഒരു കുഞ്ഞ്, അതിൻ്റെ അമ്മ, അപ്പൻ, ആദ്യം രണ്ടാം ഭാഗം ആ കുഞ്ഞിൻ്റെ അമ്മ വൃദ്ധയാണ്. ആ അമ്മയ്ക്ക് വൃദ്ധയാക്കി അവർക്ക് ഈ മകന് പേരക്കുട്ടിയുണ്ടായി. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് താൻ വളർത്തിയ മൊബൈൽ കാട്ടി വളർത്തിയ മകൻ, അയാളുടെ ഭാര്യ, അയാളുടെ കുഞ്ഞുങ്ങൾ, അമ്മയായിരുന്ന ആ ചെറുപ്പക്കാരൻ അപ്പൻ്റെ കൈതട്ടി മാറ്റി കുഞ്ഞിനെ മുമ്പ് ചെറുപ്പക്കാരൻ വൃദ്ധയാക്കി ടീച്ചർ ആ റോളാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ആ വൃദ്ധയെ ഈ മകൻ മൊബൈൽ കാട്ടി വളർത്തപ്പെട്ട മകൻ വൃദ്ധസ്ഥലത്തിൽ കൊണ്ടാക്കുകയും അത് കൊണ്ടാക്കുന്ന മതേശ്വരയിലാണ് കൊണ്ടാക്കുകയും വൃദ്ധസ്ഥലത്തിൻ്റെ മുമ്പിൽ നിർത്തുന്ന അമ്മയോടൊപ്പം നിന്ന് ഒരു സെൽഫി എടുത്തുകൊണ്ട്, സെൽഫി എന്ന് നമുക്കല്ലേ ശരി, കൊച്ചുമനെ ശരിയതല്ലേ, അവർക്കറിയാം, എനിക്കറിയില്ല. അപ്പോൾ സെൽഫി എടുക്കുകയും അത് ലോകം മുഴുവനായിരിക്കുകയും ചെയ്യും. പുതിയ വർത്തമാനത്തിൽ അമ്മയെ സ്നേഹിക്കും ചേർത്ത് പിടിച്ചു കാണിക്കുകയും എന്നാൽ അമ്മയെ വലിയ കാര്യങ്ങളൊന്നും സാർ പറഞ്ഞതുപോലെ ഒരുപാട് വലിയ പ്രസംഗത്തിന്റെ സാധ്യതയില്ല. എങ്കിലും ധർമ്മയുടെ ആദ്യ സിനിമ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഓരോ സിനിമയുടെയും കാഴ്ചയും ചർച്ചയിൽ പങ്കെടുത്തവരാണെന്ന നിലയിൽ സന്തോഷമുള്ളത് ധർമ്മയിലെ ക്രിയേറ്റീവ് ട്രാൻസിഷൻ, അതായത് സർഗാത്മകമായ മാറ്റം വളരെ മനോഹരമായി ഓരോ സിനിമയും നന്നാകുന്നു എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ സിനിമയിൽ നിന്ന് ഷോട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഫ്രെയിമുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആംഗിളുകൾക്കുള്ള മാറ്റം ഈ സിനിമയിൽ വളരെ മനോഹരമായി വന്നിട്ടുണ്ട്. അപ്പോ ഒരു ചെറിയ വിഷയം, അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വൈകാരിക നിമിഷങ്ങൾ മുഴുവൻ 4 ഇഞ്ച് വലിപ്പമുള്ള ഒരു സ്ക്രീനിലേക്ക് ചുരുങ്ങി പോകുന്ന, നമ്മൾ ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേനയായിക്കോട്ടെ, പിന്നെ മനുഷ്യനായിക്കോട്ടെ, എന്തിനേയും ഒരു ഫോണിലേക്ക് ചുരുക്കാം എന്ന ഒരു കാലത്ത് ഇത്തരത്തിലൊരു മെസ്സേജ് കൊണ്ടുവരുമ്പോൾ കാണാൻ തുടങ്ങി. കഴിഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ ഇതിന്റെ സംവിധാനമായിട്ട് ഒരു കാര്യമാണ് പറഞ്ഞത്. നമുക്കൊപ്പം തന്നെ സിനിമയുടെ സാങ്കേതികത്വം വളരെ വിശാലമായി പഠിക്കുന്നതിന് ശ്രമം ഇത്രയും സിനിമ പശ്ചാത്തലമില്ലാത്ത ഒരു കുടുംബത്തിൽ ഇല്ലെന്നായ വിശ്വാസം, സിനിമ പശ്ചാത്തലമില്ല നായ വിശ്വാസം ഇല്ലാത്തൊരു കുടുംബത്തില് പാരമ്പര്യമല്ലോ, പാരമ്പര്യമല്ലോ. ആ കുട്ടിക്ക് വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ നമ്മളെല്ലാം വളരെ നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ അത് ഫോക്കസ് ചെയ്ത് നമ്മളെ കാണിച്ച് ചിന്തിപ്പിക്കുന്നതിനുള്ളൊരു അവസരം തരുന്ന അതൊരു കലാകാരിയുടെ ഏറ്റവും ഉയർന്ന നിലപാട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സിനിമയെ കുറിച്ച് ഇത് ഉത്പാദനം നടത്തണം, നിരന്തരമായി എല്ലാ മാസവും ഉണ്ടായിക്കൊള്ളട്ടെ, അത് നല്ലതാണ്. പക്ഷെ അത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, വിശാലമായ കാഴ്ചപ്പാട്, ലോകോത്തരമായ കലാസൃഷ്ടി സൃഷ്ടിക്കത്തക്ക രീതിയിൽ നന്നായി പഠിക്കുകയും ഒട്ടേറെ സിനിമാ നിർമ്മാണ രംഗത്തുള്ള പുസ്തകങ്ങളുണ്ട്, അതെല്ലാം വായിക്കുകയും വലിയ സംവിധായകരുമായിട്ട് കഴിയുന്നത്ര ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ഉപദേശങ്ങൾ മേടിക്കുകയും ചെയ്തിട്ട് ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നുമില്ല, ആരെങ്കിലും ജീവിക്കുമ്പോൾ നടക്കുന്നില്ല. 10 വയസ്സുകളുടെ ഒരു കാലത്ത് തന്നെ അല്ലെങ്കിൽ ധർമ്മയുടെ നേതൃത്വത്തിലുള്ള ലൈല ക്രിയേഷൻസിന്റെ 4ാമത്തെ സിനിമയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലായി. കഴിഞ്ഞ 3 സിനിമകളുടെയും ഉദ്ഘാടനത്തിന് ശ്രീ തുളസി ക്ഷണിച്ചിരുന്നെങ്കിലും എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല. എന്തായാലും ഇന്ന് ഈ ഒരു വേളയിൽ ഇവിടെ ഒരവസരം കിട്ടിയത് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ധർമ്മയ്ക്കും അല്ലെങ്കിൽ ശ്രീ തുളസിക്കും സിനിമാ പശ്ചാത്തലം ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ധർമ്മയുടെ സഹോദരൻ സിനി ഫീൽഡുമായിട്ട് ബന്ധമുള്ള ആളാണ്, ഇല്ലേ?
ഉണ്ട്, പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് ആയിരിക്കണം ഇതുപോലുള്ള കഴിവുകൾ തർമ്മയിൽ അത് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു താല്പര്യം ശ്രീ തുളസിയിൽ ഉണ്ടായത് എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഈ 3 സിനിമകൾ ഞാനിവിടെ നേരിട്ട് കാണുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകളൊക്കെ കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ നേരത്തെ പ്രസംഗിച്ച എൻ്റെ ബഹുമാനിയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ നാളെ എന്നുള്ളത് ഇന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ആനുകാലിക പ്രസക്തിയുള്ള വിഷയം മൊബൈൽ നമ്മുടെ വീടുകളിൽ നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം. എൻ്റെ വീട്ടിലായാലും നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ വീട്ടിലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഈ ഉപയോഗിക്കുന്ന മൊബൈലിന് സത്യമാണ്. അപ്പോൾ ആ ഒരു വിഷയം വളരെ ഭംഗിയായിട്ട് കർമ്മം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു കമ്പാരിസൺ വരുമ്പോൾ മറ്റ് ചലച്ചിത്രങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നിട്ടുള്ള ആ വിഷയങ്ങളും ഈ നമ്മുടെ കൊച്ചുകുട്ടി കൈകാര്യം ചെയ്ത ഈ വിഷയമായിട്ട് നമ്മൾ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ എടുക്കണം. എൻ്റെ മകളുടെ കൂടി ഒരു സുഹൃത്ത് കൂട്ടുകാരിയാണ് ധർമ്മയുടെ ഈ ഉദ്യമത്തിൽ നമ്മൾ കൂടുതൽ പ്രോത്സാഹനങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയും. അതിൽ നേരത്തെ ആദ്യത്തെ ഒരു പരിപാടി നിങ്ങളുടെ ക്ലാസ്സുകളിൽ വെച്ച് ഇതിനെ നടത്തി അവരിലൂടെ ഈ ഓർഡർ കൊടുക്കുന്നു. നമുക്കിതൊക്കെ കഴിയും. ഇതുപോലെ പ്രോത്സാഹിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മാത്രം ഈ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് അടുത്തൊരു റിക്വസ്റ്റ് ഉള്ളത് ധർമ്മയുടെ വരുകാല സിനിമകൾ ഇതൊന്നും 12 സിനിമകൾ എടുക്കാനാണ് പ്ലാൻ. വരുകാല സിനിമകൾക്ക് ശബ്ദവും കൂടി ക്രമീകരിച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതിനുള്ള സാഹചര്യം അവർക്കുണ്ടാകട്ടെ എന്ന് ശരിക്കും എൻ്റെ ഹൃദയത്തെ ഒരുപാട് സ്പർശിച്ചു. ഞാൻ വേറൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഹ്രസ്വചിത്രം കണ്ടത്. സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. തിലകൻ സാർ അഭിനയിച്ച ഒരു പാട്ടുണ്ടല്ലോ, കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. അതിനകത്ത് 2ാമത്തെ പാരഗ്രാഫില് അനുപല്ലവിയിൽ വരുന്ന വരിയുണ്ട്, അന്നു കണ്ടതെല്ലാം ഇന്നുമുണ്ടു കണ്ണിൽ, അന്നു കേട്ടതെല്ലാം ഇന്നുമുണ്ടു കാതിൽ, മറക്കുവാനാകുമോ ആ നല്ല കാലം. അങ്ങനെ തന്റെ ആ സിനിമയിലെ നായകൻ തിലകൻ സാറ് തന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് മധുര സ്മരണകൾ, മറക്കുവാനാവാത്ത ആ കുട്ടിക്കാലത്തെ കുറിച്ച് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അതിൽ ആ വരികളിലൂടെ പറയുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വരി ഇവിടെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഓർത്ത് അവരുടെ ആ ഒരു പ്രായത്തിൽ ജീവിത സായാഹ്നത്തിൽ എന്ത് പാടാൻ കാണും. അനുഭവങ്ങളില്ലാത്ത ഒരു ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ. ഈ പറയുന്ന കണക്ക് ഫോണിലും ഒക്കെ അവർ മിടുക്കരാണ്. അവരെ ഒരിക്കലും ഞാൻ ഈ പറയുന്ന കണക്ക് നകാരാത്മകമായ അവരെ നെഗറ്റീവായിട്ട് പറയുകയല്ല. കാലത്തിന്റെ ഒരു കുത്തൊഴുക്കിൽ അങ്ങനെ ആയി പോകുന്നതാണ് ശരിയാണെങ്കിൽ പോലും നമ്മളെ പോലെയൊക്കെ അന്ന് കേട്ടതും കണ്ടതും ഒക്കെ അയവിറക്കാനും ഓർമ്മയിറക്കാനും ഒന്നും അവസരമില്ലാതായി പോകുന്നു ഇന്നത്തെ ബാല്യങ്ങൾക്ക്. അവരെ ആ ഒരു നിലയിൽ എത്തിക്കുന്നത് തീർച്ചയായിട്ടും മാതാപിതാക്കൾ തന്നെയാണ്. നമ്മുടെ പരിപാടികൾ നിരന്തരം നടത്തുന്ന കൂട്ടത്തിൽ നമ്മുടെ കുറച്ചുകൂടെ വരികയും അവിടെ വെച്ച് നമുക്കൊരു ഷോർട്ട് ഫിലിം നേരത്തെ ഇവിടെ പ്രദർശിപ്പിച്ച 2 സിനിമകൾ നമ്മളെ ലൈബ്രറിയുടെ വലിയ ക്ലബിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് നമുക്ക് അവിടെ വെച്ചൊരു ഷോർട്ട് ഫിലിം എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെയുള്ള ബാലവേദി കുട്ടികൾ അവരാണ് ഇപ്പോൾ ഇരിക്കുന്ന ഈ ഇരിക്കുന്നവരെല്ലാം നമ്മുടെ ഗ്രന്ഥശാലയിലെ ബാലവേദി അംഗങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ വനിതാവേദി പ്രവർത്തനമാണ് ഇതിൻ്റെ ഉന്നയിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ടീച്ചറൊക്കെയാണ് 2 ദിവസമായിട്ടാണ് നമ്മൾ അവിടെ വെച്ച് ഈ ഫിലിം എടുത്തത്. എനിക്ക് തോന്നുന്നു ഒരു വീട് തന്നെയാണ് കണ്ടപ്പോൾ ഒരു വ്യത്യസ്ത തോന്നി. ഒരു വീട്ടിൽ വെച്ചാണ് നമ്മൾ ഈ ഫിലിം എടുത്തത്. ആ വൃത്തസ്ഥാനം ഒരു വീടാണ്. അതിൻ്റെ അടുത്തൊരു ചെറിയ വീടും കൂടെ വന്നു പോയതാണ്. എടുത്തപ്പോൾ ഒരു വീടാണ്, 2 വീടാണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. എനിക്കൊരു യാദൃശ്യമായിട്ടാണ് ഇതിൽ വരാൻ കഴിഞ്ഞത്.
ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ നമ്മൾ പെട്ടെന്ന് വിളിക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ ധർമ്മയും തുളസിയും നിരന്തരം കൃത്യസമയത്ത് തന്നെ അത് കൂടാനും പലപ്പോഴും നമ്മൾ 2 പ്രാവശ്യം ഇത് മാറ്റി വെച്ചു. ഈ പരിപാടി 2 പ്രാവശ്യം എടുക്കാൻ പറ്റാതെ പിന്നെ 3ാമത്തെ പ്രാവശ്യമാണ് നമ്മളവരെല്ലാം വിളിച്ചുകൂട്ടി. പലപ്പോഴും വിളിക്കുമ്പോൾ ചില ക്ലാസ്സുകളിൽ കോളേജിൽ പോകുന്നവരുണ്ട്, മറ്റു ജോലിക്ക് പോകുന്നവരുണ്ട്, അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. എങ്കിലും കൃത്യസമയത്ത് പിന്നെ നമുക്ക് വിളിച്ച് ചേർക്കാനും 2 ദിവസം കൊണ്ട് അത് പൂർത്തീകരിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ധർമ്മയുടെ ഇടപെടിയും അവിടെ വന്ന് എല്ലാവരും കാണാനും ഇവരെ കൊണ്ട് തന്നെ അത് കൃത്യസമയത്ത് നടത്തിക്കാനും ഒക്കെ ഒരു വൈവിധ്യമായ കഴിവ് പ്രശസ്തമാണ്. അതുപോലെ തുളസിയുടെ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മുടെ തുളസിയിലുമുള്ള ചേട്ടൻ അവരുൾപ്പെടെ എല്ലാവരും ഇതിന് പിന്നിൽ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മുടെ ബാലവേദി അംഗങ്ങളായിട്ടുള്ള കുട്ടികൾ, അവരുടെ രക്ഷാകർത്താക്കൾ, നമ്മുടെ വനിതാവേദി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദിയും കൂടെ രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ പങ്കെടുത്തിട്ടുള്ള പ്രോത്സാഹനടക്കം 4ാമത്തെ ചിത്രത്തിന്റെ പ്രദർശന ഉദ്ഘാടനമായിരുന്നു ഇന്ന്. ഈ 4 സിനിമകളിൽ 2 സിനിമയും ഇവിടെ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ആദ്യത്തെ ഒരു സിനിമ റബ്ബർ സ്കൂളിൽ, 2ാമത്തെ ഒരു സിനിമ പാസിൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന ഈ സഹകരണ സംഘത്തോടും ഇതിൻ്റെ സംഘാടകരോടുമാണ് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തേണ്ടത്. പിന്നെ അധ്യക്ഷനായ പി അനിൽകുമാർ സാർ, അനിൽകുമാർ സാർ പ്രിൻസിപ്പളാണ്. പുള്ളിയുടെ സ്കൂളിലായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ഉദ്ഘാടകനായ സി ബാലു, എൻ്റെ നെയ്ബറും, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതുമാണ്. എൻ്റെ ഒരു സഹപാഠി കൂടിയാണ്. പുള്ളിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ MLA PC വിശ്വനാഥ് സാർ ഇല്ല എങ്കിലും പുള്ളി ഓൺലൈനിൽ കൂടി എല്ലാ ആശംസകളും നൽകി പുള്ളിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ സിനിമയുടെ പ്രൊഡ്യൂസറും സംവിധായകയും എല്ലാമായ LT ധർമ്മയ്ക്ക് ഞാനൊരു നന്ദി രേഖപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇത്രയും നല്ല ഒരു കല പുള്ളിക്കാരി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം നമ്മളുടെ നാട്ടിൽ ഒരു സംഭാഷണമില്ലാത്ത സിനിമ ഉണ്ടാക്കിയാൽ അതിൽ പലർക്കും പല രീതിയിൽ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാം. എങ്കിലും സ്വന്തം ആശയങ്ങൾ കാണിക്കുവാൻ വേണ്ടി ധർമ്മ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അടുത്ത സിനിമകൾ കുറെ കൂടി നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇത് മോശമായ രീതിയാണെന്നല്ല, ആസ്വാദകർക്ക് ആസ്വദിക്കാൻ വേണ്ടി ലളിതമായി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എളുപ്പത്തിന് ചെയ്യുന്നതായിരിക്കും. ഒരു കുഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിന്റെ കരച്ചിൽ മാറ്റാനായിട്ട് അല്ലെങ്കിൽ അവരുടെ നേരത്തെ ആഹാരം കഴിക്കുമല്ലോ എന്ന് നമ്മൾ ചെയ്യുന്നത് നാളെയിലേക്ക് അവർ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. ഈ സിനിമകളോട് നമ്മൾ പറയാൻ ശ്രമിച്ചതാണ്. കാര്യം മൊബൈൽ എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള എൻഡിങ്സ് നമുക്ക് കൊടുക്കാൻ കഴിയും. അവരൊരു മോശപ്പെട്ട കുട്ടിയായിട്ട് വളരുന്നതായിട്ടും അങ്ങനെ പല രീതിയിൽ കൊടുക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ളത് നമ്മുടെ ചുറ്റും നടക്കുന്ന നല്ല കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കാണാതെ പോകുന്നുണ്ട്. അപ്പൂപ്പനും അമ്മമ്മയും അവനെ വളർത്താൻ ശ്രമിക്കുമ്പോൾ അവൻ പഴയ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചില കഥകളിലെ ചില കഥാപാത്രങ്ങൾ എന്തെങ്കിലും ഇതുപോലെ കൃത്യങ്ങൾ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും കുഞ്ഞുങ്ങൾക്ക് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്. പണ്ട് ഗുണപാഠ കഥകൾ എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ കഥകളിലും ഒരു ഗുണപാഠം ഉണ്ടാവും. ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നന്മ വരിക. ഈ സാധനങ്ങളൊന്നും ഇപ്പം ഇല്ല.
കാർട്ടൂണുകളിൽ പോലും എനിക്ക് ടോം ആൻഡ് ജെറിയിലൊക്കെ ചില നല്ല സാധനങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ടോമും ജെറി തമ്മിലുള്ള സ്നേഹങ്ങളും ഇത്രയും പിടിക്കാൻ ഓടിക്കുമ്പോൾ ഒരിക്കൽ പോലും ഈ പറയുന്ന പോലെ നമ്മൾ സാധാരണ പറയുന്ന പൂച്ച ഇടിയൊക്കെ തിന്നുന്ന സാധനം നമ്മളത് കണ്ടിട്ടില്ല. അത് നമ്മളൊരു രസകരമായിട്ടുള്ള സാധനങ്ങളാണ് അവിടെ കടന്നു പോകുന്നത്. അല്ലാണ്ട് ഏതോ ഒരു സീക്വൻസിൽ ഒരു മഞ്ഞിനകത്ത് വീണ് കിടക്കുന്ന ചുറ്റുമൊക്കെ വരുന്ന ഒരു സീക്വൻസ് ഇപ്പോഴും മനസ്സിൽ തന്നെ നിൽക്കുന്നത്. കാര്യം ആ ഒരു സമയത്ത് കുഞ്ഞുങ്ങളിൽ മനസ്സിൽ തോന്നും അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇപ്പോഴത്തെ ഏത് കാർട്ടൂണിലോ അല്ലെങ്കിൽ ഏത് സ്ഥലങ്ങളിലാണ് കുഞ്ഞുങ്ങൾക്ക് അങ്ങനൊരു സാധനം കിട്ടുന്നത്. കാർട്ടൂണുകളിൽ പോലും ഒരു ക്രൂരമായ അടികളാണ് കാണിക്കുന്നത്. കാര്യം എത്രത്തോളം ആൾക്കാരെ കൊല്ലുന്നു അത്ര ആൾക്കാർ ചെയ്യും. അതേപോലത്തെ ഗെയിമുകളും സാധനങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറുപ്പമാണ് ഉപയോഗിക്കുന്നത്. ജനിച്ചു വീഴുന്ന ഒരു 5 മാസം 6 മാസമുള്ള കുഞ്ഞ് നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങുന്നതിന് മുമ്പേ മൊബൈൽ കാണിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കും. കാര്യം സെൽഫി എടുത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സാധനം കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ശരിക്കും ഓരോ സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു. ഇനി സൗന്ദര്യം തിളങ്ങട്ടെ. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം.